കുഴപ്പമില്ല, ആവറേജ് കാണാം. പ്രത്യേക ഒരു സബ്ജക്റ്റ് കണ്ടിരിക്കാം. പെർഫോമൻസ് കുഴപ്പമില്ല. വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഷൈൻ ടോം ജാക്കോയുടെ. ശ്വാസികയും ഗ്രേസ് ആന്റണിയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ എൻഗേജിങ് ആയിട്ടാണ് സിനിമ പറയുന്നത്. ഭയങ്കര എന്നൊരു എന്താ പറയുക, ഹ്യൂമർ ഇല്ല. ഹ്യൂമർ എന്ന് വെച്ചാൽ അതിൻ്റെ സിനിമ ഹ്യൂമർ അല്ല പറയുന്നത്, പക്ഷേ അതിനകത്ത് ഹ്യൂമർ ഉണ്ടെന്നും പറയും. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഹ്യൂമർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. വളരെ നല്ല പെർഫോമൻസ്. കമൽ സാറിൻ്റെ ഒരു കമ്മിങ് ബാക്ക് എന്ന് പറയാം. ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സെറ്റ് സിനിമ, നല്ല പെണ്ണുങ്ങൾക്ക് കാണാം. അതും ബേസ് പെർവേർട്ടഡ് മനുഷ്യന്റെ, അതായത് പുതിയ കാലത്തിലെ ഒരു ആണധികാരത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ തീർക്കുന്ന ഒരു സിനിമ. പെർവേർട്ടഡ് ലൈംഗികതയോ അല്ലെങ്കിൽ പെർവേർട്ടായിട്ടുള്ള ലൈംഗിക ചൂഷണത്തെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അതായത് കമൽ സാർ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ഒരു കാലം ആവശ്യപ്പെടുന്ന, എന്നിട്ട് ഈ ന്യൂ മീഡിയ തന്നെ ഒരാളെ തിരുത്താൻ ഉപയോഗിക്കുന്നു. ന്യൂ മീഡിയ തന്നെ ഒരുപക്ഷെ ഒരാളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പടം എന്ന രീതിയിൽ ഒരുപക്ഷെ വരും ദിനങ്ങളിൽ ചർച്ചയായേക്കാം എന്നുള്ളതാണ്. ഷൈൻ്റെ പെർഫോമൻസ്, ഷൈന് മാത്രമേ എനിക്ക് തോന്നുന്നു ഇത്തരം വേഷങ്ങൾ ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു എന്താ പറയുക, പുതിയ കാലത്തിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു പെർവേർട്ടൻ മലയാളിയെ അവതരിപ്പിക്കാൻ ഒരുപക്ഷെ ഷൈൻ്റെ ശരീരഭാഷ കൂടുതൽ വഴങ്ങുന്നു എന്നുള്ളതാണ് ഇത്തരം വേഷങ്ങൾ ചെയ്യാനായിട്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമൽ സാറിൻ്റെ ഒരു ഇത് കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരൻ്റെ ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ ഒരു പടം വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങേൻ്റെ പടങ്ങളെല്ലാം അത്യാവശ്യം നന്മ ആയിട്ടുള്ള പടങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു രീതിക്ക് വരുമ്പോൾ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്തു ഇപ്പം, സത്യം പറഞ്ഞാൽ.